ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണക്കുകൂട്ടലുകൾ ഒന്നാകെ പാളിപ്പോയി. ജീവിതത്തിലെ ധൈര്യം അവനായിരുന്നു. തോൽപ്പിച്ചില്ലാതാക്കി കളഞ്ഞു അവൻ. ആ കാര്യത്തിൽ നിനക്ക് ഒരു സംശയം വേണ്ട മോളെ. നീ ഒരു കാര്യം ചെയ്യ്. ആ പത്രത്തിലും മാസികയിലും നിന്റെ സിനിമയെ കുറിച്ച് വന്നിട്ടില്ലേ? അതാരെങ്കിലും വഴി എനിക്കൊന്ന് അയച്ചതാ. അതെന്തിനാ? ആവശ്യം വരുവടി. യുദ്ധം ചെയ്യാൻ പോകുന്നവരെ ആയുധങ്ങൾ തേച്ചുമിനിക്ക് വെക്കാറുള്ളത് കണ്ടിട്ടില്ലേ? പക്ഷെ മുത്തശ്ശി, ഞാൻ സിനിമയിൽ അഭിനയിച്ചത് അച്ഛൻ അറിഞ്ഞ എനിക്കത് പ്രശ്നമാവില്ലേ? അതിനുള്ള പദ്ധതികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതല്ലേ മോളെ. മോളെ, ആറ്റുവാശ്ശേരിയിൽ നിന്ന് അവള് പടിയിറങ്ങാനുള്ള കാരണവും അതായിരിക്കും. അത് നീ അങ്ങ് ഉറപ്പിച്ചു. എത്രയും പെട്ടെന്ന് അത് എനിക്ക് എത്തിക്കാൻ നോക്ക്. മുത്തശ്ശി, ഇനിയെങ്കിലും എനിക്കൊന്ന് ഉറങ്ങണം. ആ ശല്യം ഇന്നേക്കുമായിരുന്നു അവസാനിച്ചിട്ട്. ആറ്റുവാശ്ശേരിയിൽ നിന്നും ദേവന്റെ മനസ്സിൽ നിന്നും ഒന്നിച്ചായിരിക്കും അവള് പടിയിറങ്ങാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടേ മനസമാധാനത്തോടെ നമുക്ക് ഉറങ്ങാം. നീ ഫോൺ വെച്ചോ. ഇനി മുത്തശ്ശിയുടെ കളിയല്ലേ. തലചുറ്റലോ മറ്റോ ഉണ്ടോ? ഇല്ല മോളെ. വരുണും ചേച്ചിയും ചെയ്തു കൂട്ടിയതിലൊന്നും അല്ല. അത് കണ്ട് അമ്മ തളർന്നു വീണപ്പോഴാ എന്റെ നെഞ്ചു പൊട്ടിപ്പോയത്. അമ്മ വിഷമിക്കല്ലേ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് വേറെ ആരോ ഉള്ളതമ്മേ. നീ കാണിക്കുന്ന സ്നേഹമൊന്നും അവന് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തെങ്കിലും പുറത്തിറങ്ങിയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരൊന്നും അറിയില്ലമ്മേ. എല്ലാം ഞാൻ സഹിക്കാം. ഒരു കാര്യം അമ്മയോട് ഞാൻ പറയാം. ഏതെങ്കിലും വിധത്തിൽ വരുണ് എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല മോളെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഇത്രയും നാൾ ഇവിടെ നിന്നതോർത്ത്, അമ്മ എന്നെ സ്നേഹിച്ചതോർത്ത് അത്രേ ഉള്ളൂ എന്റെ ജീവിതമെന്ന് ഞാൻ സമാധാനിച്ചോളാം. മരിക്കുമ്പോഴും ആ കാര്യം ആലോചിച്ച് ഞാൻ സന്തോഷത്തിലായിരിക്കും. എന്താ മരിക്കുന്ന കാര്യമൊക്കെ നീയായിരിക്കും തുടങ്ങി വെച്ചത് അല്ലേ പത്മിനി? അയ്യോ, ഞാനല്ല. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് ഇവളല്ലേ. മോളെ, എല്ലാ കാലത്തും ഒരു പ്രതിസന്ധി വരുമ്പോ അതിനൊരു പരിഹാരം അച്ഛന്റെ മനസ്സിൽ ഓടിയെത്താറുണ്ട്. ഇപ്പൊ അച്ഛന്റെ കയ്യിൽ നിന്നോട് പറയാനൊരു പരിഹാരം ഇല്ല. എന്റെ മോൻ ചെയ്യുന്ന തെറ്റിന്റെ പേരില് നിന്നോട് മാപ്പ് ചോദിക്കാം എന്നല്ലാതെ. അയ്യോ അച്ഛ, അങ്ങനെയൊന്നും പറയരുത്. അച്ഛനും അമ്മയെ വിഷമിക്കുന്നത് ഒരു കാരണവശാലും എനിക്ക് സഹിക്കില്ല. ഞാനിവിടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്നോളാം. നിങ്ങളെ നോക്കിയും പരിചരിച്ചും ഒക്കെ. അതിനുള്ള അവകാശം എനിക്ക് നിഷേധിക്കാതിരുന്നാ മതി. മോളെ, കണിമംഗലത്ത് വരുണ്ട ഭാര്യയായിട്ട് കടന്നു വന്നത് നീയാ. ഇവിടെ ആരെന്ത് ചിന്തിച്ചാലും ശരി, അച്ഛന്റെ അമ്മയുടെ മനസ്സില് നീ ഞങ്ങളുടെ മകളാ. മോളങ്ങോട്ട് ചെല്ല്. അതിനോട് എന്താ പരമേശ്വരേട്ടാ നമ്മൾ പറയാ? നമ്മളെ ചതിച്ചില്ലേ നമ്മുടെ മോൻ?
കണക്കുകൂട്ടലുകൾ ഒന്നാകെ പാളിപ്പോയി. ജീവിതത്തിലെ ധൈര്യം അവനായിരുന്നു. തോൽപ്പിച്ചില്ലാതാക്കി കളഞ്ഞു അവൻ. ആലോചിച്ചൊന്നും വരുത്തിക്കൂട്ടല്ലേ. ഇപ്പൊ നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ പത്മിനി. യശോദേ, ആ നിലവിളക്ക് ഇങ്ങോട്ട് എടുത്തോ. അകത്തൊന്ന് നിലവിളക്ക് എടുത്തോണ്ട് വരാനല്ലേടി നിന്നോട് പറഞ്ഞത്? എന്നിട്ട് എന്താ ചെയ്യാതിരിക്കുന്നേ? വലിയ വലിയ നേട്ടങ്ങളൊക്കെ കഴിഞ്ഞ് മക്കള് കുടുംബത്തേക്ക് കയറി വരുമ്പോഴേ വിളക്കെടുത്ത് സ്വീകരിക്കണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? കണിമംഗലത്ത് നിന്ന് നിന്നെ പുറത്താക്കിയല്ലേ? അനുജത്തിയുടെ ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയവളെ പിന്നെ എന്ത് ചെയ്യണം? പൂവിട്ട് പൂജിക്കണമായിരുന്നു. ഓ, എന്തിനാടി ഇങ്ങോട്ട് കേറി വന്നേ? വരുന്ന വഴിക്ക് കായലും പുഴയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതില് ചാടി ചാവായിരുന്നില്ലേ നിനക്ക്? നീ ജീവിച്ചിരുന്നിട്ട് എന്താടി ഈ കാര്യം?